പശ്ചിമേഷ്യയിൽ വീണ്ടും സ്ഥിതി അസ്വസ്ഥമാകുകയാണ്. തെക്കൻ ഹോർമുസ്ഗാൻ പ്രവിശ്യയിലുള്ള സിരിക് ദ്വീപിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ തകർത്തതിന് തിരിച്ചടിയായി അമേരിക്കയുടെ എയർബേസ് തകർത്തു എന്ന അവകാശവാദവുമായി ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ചാണ് അനദുലു ഏജൻസി ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സിരിക് ദ്വീപിലെ ഇറാന്റെ ആശയവിനിമയ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയതെന്ന് IRGC പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സാണ് ഈ ദൗത്യം നിർവഹിച്ചത്. അമേരിക്കയുടെ ആക്രമണം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ ശക്തമായ തിരിച്ചടി നൽകിയതായും മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി തകർക്കാൻ തങ്ങളുടെ സേനയ്ക്ക് സാധിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. തങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പും ഇറാൻ ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിനോടുള്ള പ്രതികരണം വലിപ്പത്തിലും സ്വഭാവത്തിലും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് വ്യക്തമാക്കിയ IRGC ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷാവസ്ഥയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഈ അവകാശവാദങ്ങളോട് അമേരിക്കൻ ഔദ്യോഗിക വക്താക്കളോ അധികൃതരോ ഉടനടി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്കായ ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് സിരിക് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര സൈനിക സംഘർഷങ്ങൾക്ക് ഈ സംഭവം കാരണമായേക്കാമെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇപ്പോൾ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളെ ഗൗരവമായി എടുക്കരുത് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വിശദമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ സംഘർഷ വിവരങ്ങളും പുറത്തുവരുന്നത്. US സൈന്യം തന്നെയാണ് ഇറാനെ തിരിച്ചടിച്ച കാര്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഇറാനിലെ ഗൊരുക്കയിലും ഖൊശം ദ്വീപിലുമുള്ള ഡ്രോൺ റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് വാരാന്ത്യത്തിൽ US സെൻട്രൽ കമാൻഡ് സ്വയം പ്രതിരോധ ആക്രമണം നടത്തി. US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ അത്യാധുനിക ഡ്രോണുകളിൽ ഒന്നായ MQ-1 പ്രിഡേറ്റർ ഇറാൻ തകർത്തിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. പ്രാദേശിക സമുദ്രാതിർത്തി ലംഘിച്ച് പ്രകോപനപരമായ കടന്നുകയറ്റം നടത്തിയതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത്. ഇസ്രയേലിനെയും ഇറാൻ ആക്രമിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വടക്കൻ ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ സൈറൻ മുഴങ്ങി. പടിഞ്ഞാറെ ഗലീലി മേഖല, കീരത്ത് ഷിമോണ പട്ടണം എന്നിവിടങ്ങളിലടക്കം വ്യോമാക്രമണത്തിന് മുന്നോടിയായുള്ള സൈറണുകൾ മുഴങ്ങിയതായി വൈനെറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചു തകർത്ത ഇറാന്റെ ഭൂഗർഭ മിസൈൽ ശൃംഖലയുടെ വലിയൊരു ഭാഗം മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇറാൻ പുനർനിർമ്മിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ അവലോകനം ചെയ്ത് CNN റിപ്പോർട്ട് ചെയ്തു. മിസൈലുകൾ ശേഖരിച്ചിരുന്ന ഭൂഗർഭ അറകളുടെ പ്രവേശന കവാടങ്ങളിൽ US ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ പല ഭൂഗർഭ അറകളിലേക്കുമുള്ള പ്രവേശനം അടഞ്ഞ നിലയിലായിരുന്നു. 69 ഭൂഗർഭ അറകളിൽ 50 ഇപ്പോൾ തുറന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇറാനുമായുള്ള ധാരണാപത്രത്തിൽ വീണ്ടും ഭേദഗതികൾ നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരുന്നു. ഇറാന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫണ്ടുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന പാകിസ്ഥാൻ മുഖേന ഇറാന് കൈമാറിയ ഭേദഗതിയിൽ ട്രംപ് വ്യക്തമാക്കിയതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായി അമേരിക്ക നല്ലൊരു കരാറിനരികെയെന്ന് ആവർത്തിക്കുമ്പോൾ കരാർ അമേരിക്കയ്ക്ക് ഗുണകരമല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുകളുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് ഉടൻ മറുപടി നൽകാൻ വിസമ്മതിക്കുന്ന ഇറാന്റെ സമീപനത്തോടും ട്രംപിന് എതിർപ്പുണ്ട്. നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനാണ് മുൻഗണനയെന്നും ഹോർമുസ് ഉടൻ തുറക്കുക, ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുക, സാഹചര്യം ഒഴിവാക്കുക എന്നിവ പ്രധാന ലക്ഷ്യങ്ങളാണെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ആണവായുധം സ്വന്തമാക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചത് നല്ല കാര്യമാണ്. ഹോർമുസ് തുറക്കുകയും ഇറാന്റെ ആണവ പദ്ധതിയിൽ തീർപ്പുണ്ടാവുകയും ചെയ്താൽ US സൈന്യം മേഖല വിടുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണത്തിനായി ഒരാഴ്ചയോ അതിൽ കൂടുതലോ സമയം ട്രംപ് കാത്തിരിക്കുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.